അങ്ങനെ രാവിലത്തെ പണികളും എല്ലാം തീർത്ത് ഉച്ചക്കത്തെ ചോറ് ഇട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് നമുക്കിത് രാത്രിത്തേക്ക് ചോറ് വെക്കണ്ടേ. ഇതൊരു ചക്രം പോലെയാണല്ലേ, കറങ്ങി കറങ്ങി ഈ പണികൾ പിന്നെയും പിന്നെയും വരും. അപ്പോൾ അരിയൊക്കെ കഴുകി കുരിശൊക്കെ വരച്ച് അടുപ്പത്തേക്ക് ഇടാണ്. അടുപ്പത്തേക്ക് ഇടാന്ന് പറഞ്ഞാൽ തീയിലേക്ക് ഇടാന്നല്ല കേട്ടോ, തിളച്ച വെള്ളത്തിലേക്ക് ഇടാന്നാണേ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ് വിടാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴുകി ഉപ്പൊക്കെ ഇട്ട് ക്ലീനാക്കി വറുക്കാനും കറി വെക്കാനും ഉള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കറി വെക്കേണ്ട, വറുത്താൽ മതി. കാരണം രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. വറുക്കാനുള്ളതൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. കുമ്മട്ടി ഞാൻ ഇങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൽ ഒരു പാട്ട് കേട്ടപ്പോൾ അത് രണ്ടൊന്ന് പ്രാവശ്യം നമ്മുടെ വയറ്റ് കിടക്കുന്ന ആളെന്നെ ചവിട്ടാൻ തുടങ്ങി കേട്ടോ. ഇതൊരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ വൈകിട്ട് ജോക്കൂട്ടനും അന്നക്കുട്ടിക്കും കൊടുക്കാനുള്ള പഴംപൊരിയുടെ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുളിച്ച് റെഡിയായി പോയി അവരെ വിളിച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം അവർക്ക് കൊടുക്കണം.